ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ചിന്തകരെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആരുടെയൊക്കെ പേരാണ് മനസ്സിലേക്ക് വരുന്നത്? പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ, അല്ലേ? എന്നാൽ ഇവർക്കൊപ്പം നിൽക്കുന്ന ഒരുപക്ഷെ അതിനേക്കാൾ വലിയ സ്വാധീനം ചെലുത്തിയ ഒരാള് നമുക്ക് ഇന്ത്യയിലുണ്ടായിരുന്നു. അതാണ് ആദി ശങ്കരാചാര്യർ. വെറും 32 വർഷത്തെ ജീവിതം. പക്ഷേ ആ കാലം കൊണ്ട് അദ്ദേഹം ഒരു സംസ്കാരത്തിന്റെ ഭൗതിക ഗതി തന്നെ മാറ്റിമറിച്ചു. അതെങ്ങനെയായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. ആയിരക്കണക്കിന് വർഷം മുൻപ് ഒരു കൊച്ചുകുട്ടി ഈ വലിയ ചോദ്യങ്ങൾക്കുത്തരം തേടി യാത്ര തുടങ്ങി. എന്താണ് ബ്രഹ്മം? അതായത് ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെയെല്ലാം അടിസ്ഥാന സത്യമെന്താണ്? നമ്മളൊക്കെ ആരാണ്? എന്തിനാണിവിടെ വന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്നും പ്രസക്തിയുണ്ടല്ലേ? ശരി, നമുക്കീ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടിയുള്ള ശങ്കരന്റെ യാത്രയിലേക്ക് കടക്കാം. ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ, ആദി ശങ്കരാചാര്യർ. ഈ ചിത്രം നോക്കൂ. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നേടിയെടുത്ത കാര്യങ്ങൾ അവിശ്വസനീയമായിരുന്നു. വെറും 32 വർഷത്തെ ജീവിതം, പക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങളായി നീണ്ടുനിൽക്കുന്ന സ്വാധീനം. എന്തൊരു പ്രതിഭയായിരുന്നിരിക്കണം! അപ്പോൾ അദ്ദേഹത്തിന്റെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു അത്ഭുതത്തിൽ നിന്നാണ്. അസാധാരണമായ ബുദ്ധിശക്തിയും ജീവിതത്തെ മാറ്റിമറിച്ച ഒരു നാടകീയ സംഭവവും. കേരളത്തിലെ കാലടിയിലാണ് ശങ്കരൻ ജനിക്കുന്നത്. 3 വയസ്സായപ്പോഴേക്കും വേദങ്ങളെല്ലാം മനപാഠം. ഒന്നോർത്തു നോക്കൂ, ആ ഗ്രാമത്തിലെ എല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു. പക്ഷെ ശങ്കരന് ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: സന്യാസിയാകണം. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കത് വലിയ വിഷമമുണ്ടാക്കി. അങ്ങനെ ഇരിക്കെയാണ് ആ നിർണായക സംഭവം നടക്കുന്നത്. പുഴയിൽ കുളിച്ചുകൊണ്ടിരുന്ന ശങ്കരനെ ഒരു മുതല പിടികൂടി. ശങ്കരൻ അമ്മയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, "അമ്മേ, എന്നെ സന്യാസിയാകാൻ അനുവദിക്കൂ, എങ്കിലേ ഞാൻ രക്ഷപ്പെടൂ." മകന്റെ ജീവൻ കൺമുന്നിൽ അപകടത്തിലായപ്പോൾ ആ അമ്മയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് സമ്മതിച്ചു. അവർ സമ്മതിച്ച ആ നിമിഷം മുതല ശങ്കരനെ വിട്ടുപോയി. ഒരു സിനിമാ കഥ പോലെ തോന്നുന്നില്ലേ? അങ്ങനെ അമ്മയുടെ അനുവാദത്തോടെ ശങ്കരൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര ആരംഭിക്കുകയാണ്. യഥാർത്ഥ അറിവ് നൽകാൻ കഴിയുന്ന ഒരു ഗുരുവിനെ തേടിയുള്ള യാത്ര. ഇന്നത്തെ പോലെ വാഹനങ്ങളോ റോഡുകളോ ഇല്ലാത്ത കാലം. 100കണക്കിന് മൈലുകൾ കാടുകളിലൂടെയും മലകളിലൂടെയും ആ കൊച്ചുകുട്ടി കാൽനടയായി യാത്ര ചെയ്തു. ലക്ഷ്യമൊന്നു മാത്രം: ഗോവിന്ദപാദൻ എന്ന മഹാനായ ഗുരുവിനെ കണ്ടെത്തണം. അറിവിനോടുള്ള ആ ദാഹമാണ് ആ യാത്രയുടെ ഇന്ധനമായത്. ഒടുവിൽ ആശ്രമത്തിലെത്തിയപ്പോ ഗുരു ചോദിച്ചു, "ആരാണ് നീ?" സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ പേരും നാടും പറയും. പക്ഷേ ശങ്കരന്റെ മറുപടി കേട്ട് ഗുരു അത്ഭുതപ്പെട്ടു. ആ വാക്കുകളിൽ തന്റെ പ്രായത്തെ കവച്ചുവെക്കുന്ന ജ്ഞാനം നിറഞ്ഞിരുന്നു. ഗുരുവിൽ നിന്ന് പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ശങ്കരൻ യാത്രയായി. നേരെ പോയത് കാശിയിലേക്ക്, അതായത് വാരണാസിയിലേക്ക്. അന്ന് ഇന്ത്യയുടെ ബൗദ്ധിക തലസ്ഥാനം എന്നുതന്നെ പറയാവുന്ന സ്ഥലമായിരുന്നു അത്. അവിടെ വച്ചാണ് ചിതറിക്കിടന്ന വേദാന്ത ചിന്തകളെ കോർത്തിണക്കി അദ്ദേഹം തന്റെ ഏറ്റവും മഹത്തായ കൃതികൾക്ക് രൂപം നൽകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശങ്കരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പോരാട്ടമാണ്. ഇത് വാളുകൊണ്ടുള്ള യുദ്ധമായിരുന്നില്ല, വാക്കുകൾ കൊണ്ടുള്ള, ആശയങ്ങൾ കൊണ്ടുള്ളൊരു മഹായുദ്ധം തന്നെയായിരുന്നു. അക്കാലത്ത് 2 പ്രധാന ചിന്താധാരകളാണ് ഉണ്ടായിരുന്നത്. ഒരു വശത്ത് മണ്ഡനമിശ്രൻ എന്ന വലിയ പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞത് വേദങ്ങളിൽ പറയുന്ന പൂജകളും കർമ്മങ്ങളും കൃത്യമായി ചെയ്താൽ മോക്ഷം കിട്ടും എന്നായിരുന്നു. എന്നാൽ ശങ്കരൻ പറഞ്ഞത് നേരെ തിരിച്ചായിരുന്നു. കർമ്മങ്ങൾ മാത്രം പോരാ, യഥാർത്ഥ അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ മാത്രമേ മോക്ഷം സാധ്യമാകൂ എന്ന്. ശങ്കരന്റെ എതിരാളിയായ മണ്ഡനമിശ്രൻ അത്ര നിസ്സാരക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രശസ്തി എത്രത്തോളം ഉണ്ടായിരുന്നോന്നറിയാമോ? അദ്ദേഹത്തിന്റെ വീട്ടിലെ തത്തകൾ പോലും തത്വചിന്ത സംസാരിക്കുമായിരുന്നോന്നാണ് കഥ. അങ്ങനെയുള്ള ഒരാളോടാണ് ശങ്കരൻ സംവാദത്തിന് തയ്യാറെടുത്തത്. ആ ബൗദ്ധിക പോരാട്ടം എത്ര വലുതായിരുന്നെന്നറിയാമോ? കുറഞ്ഞത് 17 ദിവസം നീണ്ടുനിന്ന വാഗ്വാദം. എന്നാൽ അതിലെ ഏറ്റവും രസകരമായ കാര്യം അതല്ല. ആരായിരുന്നു വിധികർത്താവ് എന്നറിയാമോ? മണ്ഡനമിശ്രന്റെ സ്വന്തം ഭാര്യ ഉഭയഭാരതി. അവർ അക്കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതരിൽ ഒരാളായിരുന്നു. ദിവസങ്ങൾ നീണ്ട സംവാദത്തിനൊടുവിൽ ശങ്കരൻ ജയിക്കുമെന്ന ഘട്ടമെത്തി. അപ്പോഴാണ് വിധികർത്താവായ ഉഭയഭാരതി ആ നിർണായക ചോദ്യം ചോദിക്കുന്നത്. ഒരു സന്യാസിക്ക്, ഒരു ബ്രഹ്മചാരിക്ക് ഒരിക്കലും അറിയാൻ സാധ്യതയില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച്, കാമശാസ്ത്രത്തെക്കുറിച്ച്. ശങ്കരൻ എന്തു ചെയ്യും? ഇവിടെയാണ് കഥ ഒരു സിനിമയെ വെല്ലുന്ന തലത്തിലേക്ക് പോകുന്നത്. ശങ്കരൻ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കുറച്ചു സമയം ചോദിച്ചു. എന്നിട്ട് യോഗശക്തി ഉപയോഗിച്ച് തന്റെ ശരീരം ഉപേക്ഷിച്ച് മരിച്ചുപോയ ഒരു രാജാവിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് ആ വിഷയം പഠിച്ചു, തിരികെ വന്ന് സംവാദത്തിൽ വിജയിച്ചു. ഇതൊരു കെട്ടുകഥയായി തോന്നാം, പക്ഷെ യഥാർത്ഥ ജ്ഞാനത്തിന് ലൗകികവും ആത്മീയവുമായ എല്ലാ അറിവും ആവശ്യമാണെന്ന വലിയൊരു തത്വമാണ് ഈ കഥയിലൂടെ പറയുന്നത്. സംവാദത്തിൽ ജയിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അല്ലേ?
തന്റെ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തണം, അത് തലമുറകളോളം നിലനിൽക്കണം. അതായിരുന്നു ശങ്കരന്റെ അടുത്ത ലക്ഷ്യം. ഒരു തത്വചിന്തകനിൽ നിന്ന് ഒരു മികച്ച സംഘാടകനിലേക്കുള്ള മാറ്റമായിരുന്നു അത്. തന്റെ തത്വചിന്തകൾക്കൊരു സ്ഥായിയായ അടിത്തറ നൽകാൻ അദ്ദേഹം ഇന്ത്യയുടെ 4 കോണുകളിലായി 4 മഠങ്ങൾ സ്ഥാപിച്ചു. തെക്ക് ശൃംഗേരി, പടിഞ്ഞാറ് ദ്വാരക, കിഴക്ക് പുരി, വടക്ക് ജോഷിമഠം. ഇത് വെറും ആശ്രമങ്ങളായിരുന്നില്ല, ഇന്ത്യയെ സാംസ്കാരികമായി ഒന്നിപ്പിക്കുന്ന വലിയ ജ്ഞാനകേന്ദ്രങ്ങളായിരുന്നു. അപ്പോ ആ ചെറുതും എന്നാൽ അവിശ്വസനീയമാംവിധം ശോഭനീയവുമായ ജീവിതം ഈ നാടിനു നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. വെറും 32 വർഷം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. ഹിന്ദുമതത്തിന്റെ തത്വശാസ്ത്രത്തെ പുനരുജ്ജീവിപ്പിച്ചു, ഒരുപാട് മഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതി, തന്റെ കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരെ സംവാദത്തിൽ തോൽപ്പിച്ചു, ഇന്ത്യ മുഴുവൻ കാൽനടയായി സഞ്ചരിച്ചു, ഇന്നും നിലനിൽക്കുന്ന 4 വലിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തു. ശരിക്കും അവിശ്വസനീയം. ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. 1200 വർഷം മുൻപ് ജീവിച്ച ഒരാളുടെ ചിന്തകൾക്ക്, ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഇത്രയധികം വളർന്ന ഈ കാലത്ത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ എന്തെങ്കിലും പുതിയതായി പറയാനുണ്ടാകുമോ? ഒരു പക്ഷേ ചില ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും കാലത്തിന്റെ അതിരുകളിലായിരിക്കാം, അല്ലേ?